നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് വിശദമായി. ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയതിലെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ട് സുപ്രീം കോടതി. തീപിടുത്തമുണ്ടായ വീട്ടിലെ സ്റ്റോർ റൂമിൽ നിന്ന് കണ്ടെത്തിയ പണത്തിന്റെ ദൃശ്യങ്ങളും ഫോട്ടോകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്നാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വിശദീകരണം. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഇപ്പോൾ ചേരുന്നുണ്ട്. ബൽറാം, ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി ചിത്രങ്ങൾ, ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ എന്താണ് സുപ്രീം കോടതി ഇതിലൂടെ വ്യക്തമാക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, ഈ വസതിയിൽ നിന്നും വൻതോതിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയ അന്വേഷണ റിപ്പോർട്ട്, ഒപ്പം തന്നെ ഈ വിഷയത്തിൽ യശ്വന്ത് വർമ്മ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നൽകിയ വിശദീകരണം, ഈ രണ്ട് വിവരങ്ങളും ഒപ്പം തന്നെ ഈ നോട്ടുകെട്ടുകളിലെ ദൃശ്യങ്ങളുമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ തനിക്കെതിരായത് ഗൂഢാലോചനയാണ് എന്നും താൻ ഈ നോട്ട് കണ്ടെത്തിയത് മാർച്ച് 14-നാണെങ്കിൽ 15-നാണ് താൻ വസതിയിൽ തിരിച്ചെത്തിയത് എന്നതടക്കമുള്ള വിശദമായ ഒരു വിശദീകരണമാണ് ഈ വിഷയത്തിൽ യശ്വന്ത് വർമ്മ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് നൽകിയിരിക്കുന്നത്. തനിക്കെതിരായി നടന്നത് ഗൂഢാലോചനയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. അതേസമയം ഈ സംഭവത്തിന്റെ നോട്ട് കെട്ടുകളുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വസതിയുടെ ഔട്ട് ഹൗസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഈ ദൃശ്യങ്ങളിൽ കത്തിയ നിലയിലുള്ള നോട്ടുകെട്ടുകളുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ എന്നുള്ളത് ഡൽഹി പോലീസ് കമ്മീഷണർ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കൈമാറിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സംഭവത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശമനുസരിച്ച് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയ അന്വേഷണത്തിന് ശേഷം ഇന്നലെ വൈകിട്ട് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും പുറത്തു വന്നിരിക്കുന്നു. വിഷയത്തിൽ വിശദമായ അന്വേഷണം വേണം എന്നാണ് ഈ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഹോളി ദിനത്തിൽ ലാണ് ഈ സംഭവം നടക്കുന്നത്, നോട്ടുകെട്ടുകൾ കണ്ടെത്തുന്നത്. അന്ന് ഈ യശ്വന്ത് വർമ്മയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോ വസതിയിൽ ഉണ്ടായിരുന്നില്ല. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സ്ഥിരം സുരക്ഷാ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഉണ്ടായിരുന്നില്ല വസതിയിൽ. ആ ഒരു സമയത്താണ് ഔട്ട് ഹൗസിൽ തീപിടുത്തമുണ്ടാവുകയും പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരമറിയിക്കുകയും തുടർന്ന് ഇവിടെ നിന്നും നോട്ടുകെട്ടുകൾ കണ്ടെത്തിയതുമായുള്ള റിപ്പോർട്ട് പുറത്തു വന്നത്. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട തനിക്കെതിരെ നടന്നത് ഗൂഢാലോചനയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. അതേസമയം സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണം എന്ന ശുപാർശയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്തയിലേക്ക്. കൊല്ലം ചടയമംഗലത്ത് ബാറിനുള്ളിൽ കുത്തേറ്റയാൾ കൊല്ലപ്പെട്ടു. ചടയമംഗലം സ്വദേശി സുധീഷാണ് കൊല്ലപ്പെട്ടത്. ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് സുധീഷിനെ കുത്തിയത്. അരുൺ രാജുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊല്ലത്ത് നിന്ന്. അരുൺ, എങ്ങനെയാണ് ഈ തർക്കമുണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? ഉന്മേഷം, ഇന്ന് രാത്രി 9 മണിക്ക് ശേഷമാണ് കൊല്ലം ചടയമംഗലത്തെ ബാറിനുള്ളിൽ വാക്കുതർക്കമുണ്ടായത്. ഈ വാക്കുതർക്കത്തിനിടയിലാണ് ചടയമംഗലം സ്വദേശിയായ സുധീഷിന് കുത്തേറ്റത്. ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് സുധീഷിനെ കുത്തിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ സുധീഷിന്റെ മൃതദേഹം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. സുധീഷ് ചടയമംഗലം CITUവിന്റെ കൺവീനർ കൂടിയാണ്. ഈ ബാറിനുള്ളിൽ വെച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് ഇരുവരും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു എന്നതാണ് ഈ ദൃക്സാക്ഷി അടക്കം നൽകിയിരിക്കുന്ന മൊഴി. തുടർന്നാണ് ഈ കത്തിക്കുതലടക്കം കലാശിച്ചത്. അങ്ങനെ വാക്കുതർക്കമൊടുവിൽ ഒരാളുടെ മരണം പോലും എടുത്തിരിക്കുകയാണ്. കൊല്ലം ചടയമംഗലത്താണ് ഈ സംഭവം. ബാറിനുള്ളിൽ കത്തിക്കുത്തുണ്ടായി, കുത്തേറ്റയാൾ കൊല്ലപ്പെട്ടു. ചടയമംഗലം സ്വദേശി സുധീഷാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്. ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് സുധീഷിനെ ആക്രമിച്ചത്. അരുൺ രാജ് വിവരങ്ങൾ നൽകുകയായിരുന്നു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് KPCC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത്. മണ്ഡലത്തിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു ആര്യടൻ ഷൗക്കത്ത്. PV അൻവറിന്റെ പിന്തുണ UDFന് മുതൽക്കൂട്ടാകുമെന്നും ആര്യടൻ ഷൗക്കത്ത് 24-നോട് പറഞ്ഞു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നായിരുന്നു KPCC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്തിന്റെ മറുപടി.
ആരായാലും കൈപ്പത്തി ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുക. നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്യും. PV അൻവറിന്റെ പിന്തുണ നിലമ്പൂരിൽ UDFന് ഗുണം ചെയ്യുമെന്നും ആര്യടൻ ഷൗക്കത്ത് ജിദ്ദയിൽ പറഞ്ഞു. OICC ജിദ്ദ റീജിയണൽ കമ്മിറ്റി സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ആര്യടൻ ഷൗക്കത്ത്. PV അൻവർ എന്തായാലും UDFനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ആ സപ്പോർട്ട് ഗുണം ചെയ്യും. അവിടെ നിലമ്പൂരിൽ ആരാണ് സ്ഥാനാർത്ഥി എന്നത് കോൺഗ്രസിന്റെ പാർട്ടി തീരുമാനിക്കും, ഹൈക്കമാൻഡ് തീരുമാനിക്കും. ആര് സ്ഥാനാർത്ഥിയായാലും ആ സ്ഥാനാർത്ഥി ബഹുഭൂരിപക്ഷത്തോട് വിജയിക്കുമെന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് ഒരു 10-25,000 വോട്ടിനെങ്കിലും പിടിച്ചെടുത്ത് ഭൂരിപക്ഷത്തോടുകൂടി നിലമ്പൂരിൽ വിജയിക്കും. യാതൊരു സംശയവും ആര് സ്ഥാനാർത്ഥിയായാലും. സഹവർത്തിത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമാണ് പ്രവാസ ലോകത്തെ ഇഫ്താർ സംഗമങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. അത് സ്വന്തം നാടിനോടുള്ള സഹവർത്തിത്വത്തിന്റെ സാഹോദര്യത്തിന്റെ ഒരു വലിയ പ്രതീകമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. വളരെ അത്ഭുതത്തോടു കൂടി നോക്കിക്കാണും. ഞാൻ പലപ്പോഴും ഇത്രമാത്രം ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 100-500 പരമാവധി 1000 പേരൊക്കെ ഉള്ള ഒരു ഇഫ്താറായിരിക്കും. ഇങ്ങനെ 6-7,000 ആളുകൾ ഒരുമിച്ച് ഇരുന്നു കൊണ്ടൊരു ഇഫ്താർ നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതകരമാണ്, ആശ്ചര്യജനകമാണ്. കേരളത്തിൽ പോലും നടക്കാത്തൊരു കാര്യമാണ് കേരളീയർ പ്രവാസ ലോകത്ത് നടത്തുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. OICC റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കീം പാർക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ വേൾഡ് KMCC പ്രസിഡന്റ് KP മുഹമ്മദ് കുട്ടി, അബീർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് ആലുങ്ങൽ തുടങ്ങി നിരവധി പ്രമുഖർ സംബന്ധിച്ചു. ജലീൽ കണമകലം, 24 ജിദ്ദ. ഖുറാനെ പഠിക്കാനും മനസ്സിലാക്കാനും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വേണ്ടി അൽഖോബാർ സോൺ റിസാല സ്റ്റഡി സർക്കിൾ സംഘടിപ്പിച്ചു. 8ാമത് എഡിഷൻ തർത്തീൽ ഖുറാനിക് ഫിയസ്റ്റ സമാപിച്ചു. 8 വിഭാഗങ്ങളിലായി റിസാല സ്ക്വയർ അസീസിയ ഇസ്തിറാഖിൽ വെച്ച് നടന്ന പരിപാടിയിൽ 20ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. പരിശുദ്ധ ഖുർആനെ പഠിക്കാനും മനസ്സിലാക്കാനും അതിന്റെ ആശയവും സന്ദേശവും പ്രചരിപ്പിക്കാനുമായി വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വേണ്ടി അൽഖുബാർ സോൺ റിസാല സ്റ്റഡി സർക്കിൾ സംഘടിപ്പിച്ച 8ാമത് എഡിഷൻ തർത്തീൽ ഖുർആനിക് ഫിയസ്റ്റയ്ക്കാണ് സമാപനമായത്. 8 വിഭാഗങ്ങളിലായി വ്യത്യസ്ത ഇനങ്ങളിൽ റിസാല സ്ക്വയർ അസീസിയ ഇസ്രായേൽ വെച്ച് നടന്ന ഖുർആനിക് ഫിയസ്റ്റയിൽ 20ഓളം പേർ മത്സരാർത്ഥികളായി പങ്കെടുത്തു. കലാലയം സാംസ്കാരിക വേദി അൽഖോബാർ സോൺ ചെയർമാൻ മുഹമ്മദ് അലി കാരിക്കുളത്തിന്റെ അധ്യക്ഷതയിൽ വൈകിട്ട് നടന്ന സമാപന സമ്മേളനത്തിൽ ICF തുക്കുബ റീജിയണൽ ചെയർമാൻ ഉബൈദുള്ള അഹ്സനി ഖുർആൻ പ്രഭാഷണം നടത്തി. 3 സെക്ടർ തമ്മിൽ നടന്ന മത്സരത്തിൽ ബയോണിയ സെക്ടർ 1ാം സ്ഥാനം കരസ്ഥമാക്കി. RSC നാഷണൽ നേതാക്കളായ റഷീദ് വാടാനപ്പള്ളി, അസ്ലം ഭീമാപ്പള്ളി, ജവാദ് മാവൂർ, സഹദ് കണ്ണപുരം എന്നിവർ 8ാമത് എഡിഷൻ തർത്തീൽ ഖുർആൻ ഫിയസ്റ്റയ്ക്ക് ആശംസകൾ നേർന്നു. സുബൈറുദ്ദീനൂർ, 24 ദമാം. രാസലഹരി പോലെ തന്നെ ഡിജിറ്റൽ ലഹരി ഗുരുതര സാമൂഹ്യ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത്. ലഹരിക്കെതിരായ നടപടികൾ പേരിൽ മാത്രം ഒതുക്കുന്നതിനു പകരം ഗൗരവമായ സമീപനമാണ് വേണ്ടതെന്നും അദ്ദേഹം റിയാദിൽ പറഞ്ഞു. വൻതോതിലുള്ള ലഹരി വ്യാപാരം നടക്കുന്ന വിപണിയായി കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണുള്ളത്. എന്നാൽ 2-3 ഗ്രാം ലഹരി വസ്തുക്കളാണ് പോലീസ് പിടികൂടുന്ന കേസുകളിൽ പലതും. രാസലഹരി പോലെ തന്നെ ഡിജിറ്റൽ ലഹരിയും സമൂഹത്തിൽ അപകടകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 1 മിനിറ്റ് റീൽസിനപ്പുറം അപരനെ കേൾക്കാൻ അക്ഷമരായ മാനസികാവസ്ഥയിലാണ് നാം എത്തിയിരിക്കുന്നതെന്നും പ്രിയദർശിനി പബ്ലിക്കേഷൻ സൗദി ചാപ്റ്റർ റിയാദിൽ സംഘടിപ്പിച്ച കേരള കൾച്ചർ എന്ന പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തവേ ആര്യാടൻ ഷൗക്കത്ത് അഭിപ്രായപ്പെട്ടു. പ്രിയദർശിനി ഫൗണ്ടേഷൻ സൗദി കോർഡിനേറ്റർ നൌഫൽ പാലക്കാടൻ അധ്യക്ഷനായ പരിപാടി KPCC ജനറൽ സെക്രട്ടറി PA സലീം ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകൻ നജീം കൊച്ചുകൊല്ലങ്ക്, എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ജോസഫ് അതിരുങ്കൽ, OICC റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സലീം കളക്കര, OICC മിഡിൽ ഈസ്റ്റ് കൺവീനർ കുഞ്ഞി കുമ്പള എന്നിവർ സംസാരിച്ചു. പ്രിയദർശിനി പബ്ലിക്കേഷൻ അക്കാദമിക് കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് LK അജിത് ആമുഖ പ്രഭാഷണവും തൽഹത്ത് തൃശൂർ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ OICC റിയാദ് സെൻട്രൽ കമ്മിറ്റിക്കുള്ള പ്രിയദർശിനി പബ്ലിക്കേഷൻസിൻ്റെ ഉപഹാരം ഫൈസൽ ബഹാസന് ആര്യാടൻ ഷൗക്കത്തും, OICC മലപ്പുറം ജില്ലാ കമ്മിറ്റിക്കുള്ള ഉപഹാരം സിദ്ദീഖ് കല്ലുപറമ്പന് PA സലീമും കൈമാറി. പരിപാടിയിൽ OICC നേതാക്കളും പ്രിയദർശിനി പബ്ലിക്കേഷൻ സൗദി ചാപ്റ്റർ അംഗങ്ങളും പങ്കെടുത്തു. 24 റിയാദ്.
റമദാൻ അവസാന 10ലേക്ക് കടന്നതോടെ അബുദാബി ഗ്രാൻഡ് മോസ്കിലെ സന്ദർശകർക്ക് സേവനം നൽകാൻ കൂടുതൽ ടാക്സികൾ ഏർപ്പെടുത്തി അബുദാബി. വിശ്വാസികൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി. റമദാനിലെ അവസാന 10ൽ വിശ്വാസികൾക്ക് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുന്നതിനായി വിപുലമായ പദ്ധതികളാണ് അബുദാബി ഏർപ്പെടുത്തിയിരിക്കുന്നത്. അബുദാബി ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിലെ സന്ദർശകർക്ക് സേവനം നൽകുന്നതിനായി 100-ലധികം ടാക്സികൾ ഏർപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. പള്ളിയിലേക്കും തിരിച്ചുമുള്ള വിശ്വാസികളുടെ സുരക്ഷയ്ക്കും സൗകര്യത്തിനും വേണ്ടിയുള്ള ഗതാഗത നിയന്ത്രണം ഉറപ്പാക്കാനാണ് അബുദാബി മൊബിലിറ്റി സംരംഭം നടപ്പാക്കിയിരിക്കുന്നത്. അതോടൊപ്പം പള്ളിയെ അൽ റബ്ദാൻ പ്രദേശത്തെ ബസ് ഇന്റർചേഞ്ചുമായി ബന്ധിപ്പിക്കുന്ന 10 സൗജന്യ ബസ്സുകൾ സർവീസ് നടത്തുമെന്നും അബുദാബി മൊബിലിറ്റി വ്യക്തമാക്കി. ഗതാഗത കുരുക്ക് കണ്ടെത്തി ഗതാഗതം എളുപ്പമാക്കാൻ ഗ്രാൻഡ് മോസ്കിന് ചുറ്റുമുള്ള റോഡുകളും സിഗ്നൽ നിയന്ത്രിത കവലകളും ഡിജിറ്റൽ നിരീക്ഷണ ക്യാമറകൾ ഉപയോഗിച്ച് നിരീക്ഷിക്കുമെന്നും അധികൃതർ അറിയിച്ചു. 24 ദുബായ്. ദുബായിൽ ബോട്ടുകളിലെയും മരക്കപ്പലുകളിലെയും തൊഴിലാളികൾക്ക് ഇഫ്താർ ഒരുക്കി ദുബായ് പോലീസ്. മറൈൻ പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു ഭക്ഷണക്കിറ്റുകൾ വിതരണം ചെയ്തത്. ആദ്യമായാണ് ചെറിയ ബോട്ടുകളിലും മരക്കപ്പലുകളിലും ജോലി ചെയ്യുന്നവർക്കായി ദുബായ് പോലീസ് ഇഫ്താർ ഒരുക്കിയത്. അൽ ഹംറിയ തുറമുഖത്തുൾപ്പെടെ ദുബായിയുടെ വിവിധ സമുദ്രമേഖലകൾ കേന്ദ്രീകരിച്ചാണ് പോലീസിലെ മറൈൻ പട്രോളിംഗ് സംഘം ഇഫ്താർ ഭക്ഷണം വിതരണം ചെയ്തത്. ബോട്ടുകളിലും മരക്കപ്പലുകളിലും തൊഴിലെടുക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളിലേക്കാണ് ഭക്ഷണവുമായി പോലീസ് എത്തിയത്. തുറമുഖ പോലീസ് സ്റ്റേഷൻ, പോസിറ്റീവ് സ്പിരിറ്റ് കൗൺസിൽ, ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ഹാപ്പിനെസ്, ദുബായ് കസ്റ്റംസ് എന്നിവയുമായി സഹകരിച്ചാണ് സംരംഭം നടപ്പാക്കിയത്. ഇതാദ്യമായാണ് ചെറിയ ബോട്ടുകളിലും മരക്കപ്പലുകളിലും ജോലി ചെയ്യുന്നവർക്ക് ദുബായ് പോലീസ് ഇഫ്താർ ഒരുക്കുന്നത്. തുറമുഖ പോലീസ് സ്റ്റേഷൻ ആക്ടിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ കേണൽ അലി അബ്ദുള്ള അൽ ഖാസിദ് അൽ നഖ്ബി, പോസിറ്റീവ് സ്പിരിറ്റ് കൗൺസിൽ ചെയർപേഴ്സൺ ഫാത്തിമ ബഹൌജർ, മറ്റു വനിതാ ഉദ്യോഗസ്ഥർ, ദുബായ് പോലീസ് ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ പരിപാടിക്ക് മേൽനോട്ടം വഹിച്ചു. UAE പ്രഖ്യാപിച്ച സാമൂഹിക വർഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സാമൂഹിക ഐക്യവും പൊതുജന സന്തോഷവും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് സംരംഭം നടപ്പാക്കിയതെന്നും കേണൽ അൽ നഖ്ബി പറഞ്ഞു. 24 ദുബായ്. തിരുവനന്തപുരം നോൺ റെസിഡൻസ് അസോസിയേഷൻ ഓഫ് കുവൈറ്റ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി മനാസ് രാജ് പട്ടേൽ ഉദ്ഘാടനം ചെയ്തു. ട്രാക്ക് പ്രസിഡന്റ് MA നിസാം അധ്യക്ഷത വഹിച്ചു. ഫൈസൽ മഞ്ചേരി റമദാൻ സന്ദേശം നൽകി. ട്രാക്ക് ജനറൽ സെക്രട്ടറി R രാധാകൃഷ്ണൻ സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം ഷിനി റോബർട്ട് നന്ദിയും പറഞ്ഞു. കുവൈറ്റിലെ വിവിധ ജില്ലാ പ്രാദേശിക സംഘടനാ പ്രതിനിധികൾ, കലാ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ, വ്യവസായ പ്രമുഖർ എന്നിവർ സംഗമത്തിൽ പങ്കെടുത്തു. ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ ദമാം മലപ്പുറം ജില്ലാ ക്രിക്കറ്റ് കൂട്ടായ്മ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. യുവത്വത്തെയും നവ തലമുറയെയും അടിമകളാക്കുന്ന വലിയ മഹാമാരിയായ ലഹരിക്കെതിരെയുള്ള സന്ദേശം കൈമാറൽ കൂടിയായി മാറി ഈ വർഷത്തെ ഇഫ്താർ സംഗമം. യുവത്വത്തെയും നവതലമുറയും അടിമകളാക്കി മനുഷ്യജീവിതത്തെ കാഴ്ചവെക്കുന്ന ഏറ്റവും വലിയ മഹാമാരിയാണ് ലഹരി. അതിനെ നേരിടാൻ പ്രവാസ ലോകത്ത് ശക്തമായ പ്രതിരോധം തീർക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതായിരുന്നു ദമാം മലപ്പുറം ജില്ലാ ക്രിക്കറ്റ് കൂട്ടായ്മയുടെ ഈ വർഷത്തെ ഇഫ്താർ സംഗമം. ദമാം തറവാട് റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ പങ്കെടുത്തവർ ലഹരിക്കെതിരായുള്ള പ്രതിജ്ഞയെടുത്തു. പ്രസിഡന്റ് നജ്മുസമാൻ ഇക്കരപ്പടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ലഹരിയുടെ ചങ്ങലയിൽ കുടുങ്ങുന്ന ഓരോ വ്യക്തിയും ഒരു കുടുംബത്തിന്റെ ദുരന്തമാണ്. അതിനാൽ ഓരോരുത്തരും ഈ പോരാട്ടത്തിന്റെ പടയാളികളുമായിരിക്കണമെന്ന ശക്തമായ സന്ദേശം പങ്കുവച്ചു. ചെയർമാൻ സലീം P കരീം, ജനറൽ സെക്രട്ടറി യൂനുസ് വളാഞ്ചേരി, സുഹൈബ് അസീസ്, ഇംതിയാസ് സജീർ, യൂസഫ് മലപ്പുറം, സബിത്ത് ചിറക്കൽ, ജാഫർ ചേളാരി, ഇബ്രാഹിം സാദത്ത്, റിഷാദ് മലപ്പുറം, ഫക്രുദ്ദീൻ, മുസമ്മിൽ, മൻസൂർ, സാദിഖ് എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി. ലഹരിക്കെതിരെ ഉണരൂ, യുവത്വത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തിയ ഈ മഹാസംഗമം പ്രവാസ ലോകത്തെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് പുതിയ മാനം നൽകാൻ കഴിയട്ടെ. സുബൈറുദ്ദീനൂർ, 24 ദമാം. വിശുദ്ധ റമദാൻ മാസത്തെ അവസാന 10-ലെത്തിയതോടെ കുവൈറ്റിലെ ആരാധനാ കേന്ദ്രങ്ങളിൽ തിരക്കേറി. പ്രധാന പള്ളികളിലെല്ലാം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഹനങ്ങളുടെ സുഗമമായ നീക്കത്തിനും പാർക്കിംഗ് സൗകര്യങ്ങളുടെ നിരീക്ഷണത്തിനും ഊന്നൽ നൽകിയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ. തിരക്ക് നിയന്ത്രിച്ച് വിശ്വാസികൾക്ക് പ്രാർത്ഥനയ്ക്കുള്ള അവസരം ഒരുക്കുന്നതിനായി പോലീസ് പട്രോൾ വാഹനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും വലിയ നിര തന്നെ പ്രധാന പള്ളികളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. റിയാദിലെ തൃശൂർ ജില്ലാ പ്രവാസി കൂട്ടായ്മ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. റിയാദിലെ സുൽത്താനിൽ വെച്ച് നടന്ന പരിപാടിയിൽ അംഗങ്ങളും അതിഥികളും ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ തൃശൂർ കൂട്ടായ്മയും സമൂഹത്തിനൊപ്പം നിൽക്കുമെന്ന് അംഗങ്ങൾ പ്രതിജ്ഞ ചെയ്തു. വനിതാ വിഭാഗം പ്രസിഡന്റ് അമ്പിളി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം റിയാദ് ഇന്ത്യൻ മെഡിക്കൽ ഫോറം പ്രസിഡന്റ് ഡോക്ടർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് രാധാകൃഷ്ണൻ കളവൂർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി സഗീർ അന്തരത്തറ സ്വാഗതവും ആശംസിച്ചു. റിയാദിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ ഷിഹാദ് കൂട്ടുകാട് റമദാൻ സന്ദേശം നൽകി. ട്രഷറർ അനിൽ മാളിയക്കൽ നന്ദി പറഞ്ഞു. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ പുഷ്പരാജ് പയ്യോളി
ഡോക്ടർ ജോസ് ആന്റോ എന്നിവർ ആശംസകൾ നേർന്നു. പരിപാടിയിൽ റിയാദിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും തൃശൂർ കൂട്ടായ്മ പ്രവർത്തകരും പങ്കെടുത്തു. ജിദ്ദയിൽ ഷറഫിയ മലയാളി കൂട്ടായ്മ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. മലയാളികളായ വ്യാപാരികളും തൊഴിലാളികളുമായിരുന്നു മെഗാ സംഗമത്തിന്റെ സംഘാടകർ. സംഘാടകരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് 4000-ഓളം പേരാണ് ഇത്തവണ ഷറഫിയ മലയാളി കൂട്ടായ്മ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തത്. ജിദ്ദയിൽ മലയാളികളുടെ സംഗമ കേന്ദ്രമായ ഷർഫിയയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മലയാളികളാണ് പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും. ഷർഫിയയിലെ മലയാളികളായ കച്ചവടക്കാരും തൊഴിലാളികളുമായിരുന്നു സംഘാടകരിൽ കൂടുതലും. ഇത് 8ാമത്തെ വർഷമാണ് ഷർഫിയ മലയാളി കൂട്ടായ്മ ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായി ഷർഫിയ മലയാളി കൂട്ടായ്മ നടത്തുന്ന ഈ ഇഫ്താർ മീറ്റ് ഇപ്രാവശ്യവും നല്ല രീതിയിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഷർഫിയയിലെ കച്ചവടക്കാരും സാധാരണക്കാരും കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓരോ കാര്യങ്ങളും ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ഇവിടുത്തെ കച്ചവടക്കാരും പ്രമുഖരും പത്രക്കാരും എല്ലാവരും കൂടിയിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണത്. കച്ചവടത്തെ ബാധിക്കുമായിരുന്നിട്ടും വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുകൊണ്ട് വ്യാപാരികൾ കടകൾക്ക് മുമ്പിൽ ഇഫ്താറിനുള്ള സൗകര്യം ഏർപ്പെടുത്തി. അതിഥികളെ സ്വീകരിച്ചിരുത്തി ഭക്ഷണം വിതരണം ചെയ്ത് ഇഫ്താറിന് ശേഷം ശുചീകരണം വരെയുള്ള ജോലികളിലും വ്യാപാരികളായിരുന്നു മുന്നിൽ. ബേബി നീലാമ്പ്ര, ഫിറോസ് ചെറുകോട്, അൻവർ കരിപ്പ, ഹനീഫ കടമ്പോട്ട്, ചെറി മഞ്ചേരി, ഷെയ്ഫുദ്ദീൻ വാഴയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഗൾഫ് ഫോക്കസിലേക്ക് തിരികെ. അൽബഹ സെൻട്രൽ കമ്മിറ്റിക്ക് കീഴിൽ മഗുവ KMCC സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. മഗുവ ഈദ്ഗാഹ് മൈതാനിൽ നടന്ന ചടങ്ങിൽ വിവിധ രാജ്യക്കാരായ 1400-ഓളം പേർ പങ്കെടുത്തു. ഔക്കാഫിന്റെ അനുമതിയോടെ നടത്തിയ പരിപാടിയിൽ സൗദി നാഷണൽ കമ്മിറ്റി സെക്രട്ടറി സയ്യിദ് അലിക്കര, സെൻട്രൽ കമ്മിറ്റി നേതാക്കളായ മൻസൂർ കൊളപ്പുറം, അഷ്റഫ് ചേലേമ്പ്ര, സിറാജ് മൂര്യ, ലത്തീഫ് ആരാമ്പ്രം, മറ്റ് ഏരിയ കമ്മിറ്റി നേതാക്കൾ എന്നിവർ സംബന്ധിച്ചു. ദമാമിലെ കോഴിക്കോട് തെക്കേപ്പുറം നിവാസികളുടെ കൂട്ടായ്മയായ തെക്കേപ്പുറം ദമാം ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. യമാമ യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. അജ്മൽ മദനി റമദാൻ സന്ദേശം നൽകി. സമൂഹത്തിൽ നടന്നുവരുന്ന തിന്മകൾക്കെതിരെ പ്രതിരോധം തീർക്കാൻ ഇത്തരം കൂട്ടായ്മകൾ പ്രചോദനമാകട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഷാജി മദലകം, സലാം ജാജും, സിദ്ദിഖ് CV, വി റസാഖ്, കിഴക്കൻ പ്രവിശ്യയിലെ മാധ്യമപ്രവർത്തകർ എന്നിവർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. ജിദ്ദ കേരള പൗരാവലിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി ഇഫ്താർ സംഘടിപ്പിച്ചു. സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മാധ്യമരംഗത്തെ പ്രതിനിധികൾ പങ്കെടുത്തു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമുള്ള ജില്ലാ പ്രാദേശിക കൂട്ടായ്മകളുടെ ഭാരവാഹികളും കമ്മ്യൂണിറ്റി ഇഫ്താറിന്റെ ഭാഗമായി. ചെയർമാൻ കബീർ കൊണ്ടോട്ടി റമദാൻ സന്ദേശം നൽകി. ലഹരിയുടെ കണ്ണികൾ തകർക്കാൻ പൗരാവലിയുടെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ നടത്തുമെന്ന് കബീർ കൊണ്ടോട്ടി പറഞ്ഞു. മൻസൂർ വയനാട് സ്വാഗതവും ഷെരീഫ് അറക്കൽ നന്ദിയും പറഞ്ഞു. വീരാൻകുട്ടി, CH ബഷീർ, ഉണ്ണി തെക്കേടത്ത്, നവാസ് തങ്ങൾ എന്നിവർ വിവിധ വകുപ്പുകളുടെ ഏകോപനം നിർവഹിച്ചു. തിരുവനന്തപുരം സ്വദേശി അബുദാബിയിൽ വാഹനാപകടത്തിൽ മരിച്ചു. തിരുവനന്തപുരം പനയറ ചെമ്മരുതി പട്ടയാരത്തിൻപിള്ള ശശിധരൻ ഭാനു ദമ്പതികളുടെ മകൻ ശരത്താണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. അബുദാബിയിലെ നിർമ്മാണ കമ്പനിയിൽ സേഫ്റ്റി ഓഫീസറായി ജോലി ചെയ്തു വരികയായിരുന്നു. വെള്ളിയാഴ്ച അബുദാബിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള അൽ ബുക്ക മിൽക്കി വേ കാണാൻ പോകുമ്പോഴാണ് അപകടമുണ്ടായത്. മണൽപ്പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ആംബുലൻസും മെഡിക്കൽ സംഘവും എത്തിയെങ്കിലും ശരത്തിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഡ്രൈവർ അടക്കം 5 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. സാരമായി പരിക്കേറ്റ ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബനിയാസ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലെത്തിക്കുമെന്ന് സുഹൃത്തുക്കൾ അറിയിച്ചു. സൗദിയിലെ ഹഫർ അൽ ബത്തനിൽ ട്രക്കുകൾ കൂട്ടിയിടിച്ച് മരിച്ച തമിഴ്നാട് സ്വദേശി ഷാഹുൽ ഹമീദിന്റെ മൃതദേഹം കബറടക്കി. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ഷാഹുൽ ഹമീദ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. OICC പ്രസിഡന്റ് വിപിൻ മറ്റത്തിന്റെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി. ഫഖർ അൽ ബത്തനിൽ മൃതദേഹം കബറടക്കി. അക്രമത്തിനും ലഹരിക്കുമെതിരെ 24 ജനകീയ പ്രതിരോധ യാത്ര തുടരുന്നു. ജനഹൃദയങ്ങൾ കീഴടക്കി SKN40. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, celebrating partners, Joya Lucas, Jain deemed to be University Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Educational Institutions, Medimix, Benny's Royal Tours Private Limited, Rich Max Finvest, G-Tech Computer Education, Milma,
New Rajasthan Marbles. പത്തനംതിട്ടയുടെ ഹൃദയങ്ങളിൽ ലഹരിവിരുദ്ധ സന്ദേശമെത്തിച്ച് SKN40 പര്യടനം പൂർത്തിയാക്കി. വൻ വരവേൽപ്പാണ് കേരളയാത്രയ്ക്ക് പത്തനംതിട്ട ജില്ലയിൽ ലഭിച്ചത്. പമ്പയാറും പള്ളിയോടവും പടയണിയും വഞ്ചിപ്പാട്ടും ആറന്മുള കണ്ണാടിയുമടക്കം പത്തനംതിട്ടയുടെ സവിശേഷതകളെ തൊട്ടറിഞ്ഞുള്ള യാത്ര. ഇന്നലെ അടൂരിൽ നിന്നും ആരംഭിച്ച ലഹരിക്കെതിരായ സന്ദേശം പത്തനംതിട്ടക്കാരുടെ മനസ്സുകളിൽ നിറച്ച യാത്ര ഇന്നും മുന്നേറി. ആറന്മുള ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും മോർണിംഗ് ഷോയോടെ തുടക്കം. അൻപത്തിയാറ് വർഷം മുൻപുണ്ടായ വിമാനാപകടത്തിൽ വീരമൃത്യു വരിച്ച ധീരജവാൻ തോമസ് ചെറിയാന്റെ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിലെ ശവകുടീരം SKN സന്ദർശിച്ചു. ശേഷം തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികളുമായി ലഹരിവിരുദ്ധ സംവാദം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വിഷയം ലഹരി എന്നുള്ളതാണ്. ഇന്നത്തെ തലമുറ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലഹരിക്കെതിരെ തലമുറയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളിൽ നിക്ഷിപ്തമായ. തലമുറ 3 തവണ റിപ്പീറ്റ് ചെയ്തു, ഇന്ന് റിപ്പീറ്റ് ചെയ്തു. തലമുറ 3 തവണ, ഇന്ന് 2 തവണ. അപ്പോൾ കപ്പ് 1 തവണ. മാർത്തോമ സഭയുടെ ആസ്ഥാനത്ത് സഭാ സെക്രട്ടറി EBT മാമന്റെ നേതൃത്വത്തിൽ കേരളയാത്രയെ സ്വീകരിച്ചു. വൈദിക മേധാവികളെ യാത്രയുടെ പ്രാധാന്യം അറിയിച്ചു, നിർദ്ദേശങ്ങൾ തേടി. അപ്പോൾ മാർത്തോമ സഭയുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങളുടെ സഭയായിട്ട് ഏതെങ്കിലും രീതിയിൽ സഹായിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ ഞങ്ങളെല്ലാം ഇപ്പോഴും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന ഒരു പ്രാവശ്യം കൂടെ ഉറപ്പ് തരികയാണ്. തിരുവല്ല KSRTC പരിസരത്ത് നടന്ന സമാപന സദസ്സിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന പ്രകടനങ്ങൾ. ജനപ്രതിനിധികൾക്കും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും പുറമെ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ്, യോഗക്ഷേമ സഭാ നേതാവ് അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് തുടങ്ങി നിരവധി പ്രമുഖർ സമാപന സദസ്സിൽ പങ്കാളികളായി. എഴുത്തുകാരൻ ബെന്യാമിൻ, ആന്റോ ആന്റണി MP, പ്രമോദ് നാരായണൻ MLA എന്നിവരും വിവിധയിടങ്ങളിലെത്തി കേരളയാത്രയ്ക്ക് പിന്തുണയറിയിച്ചു. ജില്ലയിലെ പോലീസ് എക്സൈസ് മേധാവികളും SKN40 ചേർന്നു. 24 പത്തനംതിട്ട. ലഹരിക്ക് അക്രമത്തിനുമെതിരെ SKN നയിക്കുന്ന കേരളയാത്രയുടെ പൂർണ്ണരൂപം പ്രേക്ഷകർക്ക് കാണാം. 24 SKN40 എന്ന കവറുള്ള യൂട്യൂബ് പേജിലും സോഷ്യൽ മീഡിയ പേജുകളിലും ഇത് ലഭ്യമാണ്. ഇവിടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.